അരളിപ്പൂവിന്റെ വിഷത്തിന് ശേഷം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മുള്ളിൽ വിഷമുണ്ടോ എന്നും മുള്ള് വില്ലനാകുമോ എന്നും പുതിയൊരു ആശങ്ക. വയറിളക്കവും ഛർദിയും മൂലം ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു എന്ന വാർത്തകൾ പുറത്തുവരുമ്പോഴാണ് അവിടെ വില്ലനായത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മുള്ളായിരുന്നോ എന്ന സംശയം കൂടി പുറത്തുവരുന്നത്. മരിച്ച കുട്ടി അലന്റെ കാലിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മുള്ള് തറച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഫുട്ബോൾ കളിക്കുന്നതിനിടെ അലന്റെ കാലിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മുള്ള് തറച്ചിരുന്നു. നന്നായി വേദനിച്ചുവെങ്കിലും ആശുപത്രിയിൽ പോയില്ല. തുടർന്ന് പിറ്റേന്ന് തമിഴ്നാട്ടിലേക്ക് യാത്ര പോയിരുന്നു. തിരിച്ചെത്തുമ്പോൾ വയറിളക്കവും ഛർദിയും കൊണ്ട് അവശനായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയായിരുന്നു. വിഷം ഉള്ളിൽ ചെന്നതാണ് അലന്റെ മരണകാരണം എന്നാണ് മാരായമുട്ടം പോലീസിന്റെ FIRൽ പറയുന്നത്. എന്നാലും മരണകാരണം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയണമെങ്കിൽ, വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി +1 പ്രവേശനം നേടാനിരിക്കെയാണ് വിദ്യാർത്ഥിയുടെ മരണം. ധരുവച്ചപുരം NKMGHSൽ നിന്നാണ് അലൻ 10ാം ക്ലാസ് പാസ്സായത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അരളിപ്പൂവിന്റെ ഇതളുകൾ ഉള്ളിൽ ചെന്ന് ഹരിപ്പാട് സ്വദേശിനിയായ സൂര്യ സുരേന്ദ്രൻ മരിച്ചത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തുടർന്ന് തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകൾ അർച്ചനയിലും പ്രസാദത്തിലും അരളിപ്പൂവ് നിരോധിച്ചു. അതേ രീതിയിൽ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മുള്ളാണോ വില്ലനായത് എന്നതാണ് സംശയം. എന്തായാലും അരളിപ്പൂവിനെ ഇപ്പോൾ നമ്മൾ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യം നമുക്ക് അറിയില്ല. ഇനി അത് പരിശോധനയെല്ലാം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെല്ലാം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയായാലും ശരി, നമ്മുടെ കാലിൽ ഒരു ആണി തറയ്ക്കുകയോ ഒരു മുള്ള് തറയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും പലപ്പോഴും ശ്രദ്ധാലുക്കളാകാറുണ്ട്. വേണമെങ്കിൽ പോയി TT എടുക്കാറുണ്ട്. TT 6 മാസത്തിന് ഇപ്പുറം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ TT എടുക്കാറുണ്ട്. ഇതുപോലുള്ള വസ്തുക്കൾ, അതായത് ഇരുമ്പ്, മുള്ള് ഒക്കെ കാലിൽ കൊണ്ട് ഇൻഫെക്ഷൻ ആയാൽ അത് പല രീതിയിലും ജീവൻ അപകടപ്പെടാനുള്ള കാരണമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. ഇതിനു മുൻപും പല സംഭവങ്ങളിലും, മുള്ള് മാത്രമല്ല, മുള്ളിനെ കുറിച്ചല്ല പറയുന്നത്, ആണി പോലുള്ള മറ്റ് വസ്തുക്കളൊക്കെ ശരീരത്തിൽ കൊണ്ടാൽ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ അത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, ചാണകം അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ചാണകമൊക്കെ ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊടികൾ ശരീരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ആ ഇൻഫെക്ഷനെ തുടർന്ന് ചിലപ്പോൾ അത് പ്രോപ്പറായിട്ട് ചികിത്സിക്കാതെ ഇരുന്നാൽ മരണം വരെ സംഭവിക്കാവുന്ന അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പിന്നെ പൊതുവേ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം, വിഷമുള്ളുകൾ എന്ന് പറഞ്ഞ് തന്നെ ഒരു കാറ്റഗറി ഉണ്ട്. ചില മുള്ളുകൾക്ക് ഉള്ളിൽ വിഷമുണ്ടാകാം, അല്ലെങ്കിൽ വിഷമുള്ളുകൾ എന്നൊരു കാറ്റഗറിയിൽ ചില മുള്ളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില മുള്ളു കൊള്ളുമ്പോൾ നമുക്ക് കുറച്ചധികം ദിവസം ജീവാപായം ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും വേദന ഉണ്ടാവുക, അവിടെ നീർവീക്കം ഉണ്ടാവുക, അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും നമുക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുള്ള് തറച്ചിരുന്നു എന്ന് ആശുപത്രിയിൽ ചെന്ന് ഈ ഛർദിക്കും പനിക്കും ഒക്കെ ശേഷം ഈ കുട്ടി ഇങ്ങനൊരു സംഭവം ഉണ്ടായി, കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഡോക്ടറെ കണ്ടിരുന്നില്ല, വേദന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ സൂര്യയുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെ തന്നെ സൂര്യയും ആദ്യം ഛർദിക്കുകയും കുഴഞ്ഞു വീഴുകയും ഒക്കെ ആയിരുന്നു. അതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടു ചെല്ലുമ്പോൾ എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. ഒടുവിലാണ് സൂര്യ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അടുത്ത വീട്ടിലെ മുൻവശത്ത് നിന്നിരുന്ന ഈ അരളിയില എടുത്ത് ചവച്ചു എന്നുള്ളവരും ഡോക്ടറോട് പറയുന്നത്. പിന്നെയാണ് അന്വേഷണം ആ വഴിക്ക് നീങ്ങിയത്. അപ്പോൾ ഈ അവസരത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുള്ള് കാലിൽ തറച്ചിരുന്നു എന്ന് കുട്ടിയുടെ വീട്ടുകാർ, അല്ലെങ്കിൽ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. ഇനി അതിൻ്റെ അന്വേഷണത്തിലൂടെ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, അസ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ പുറത്തുനിന്നുള്ള ഒരു ഓബ്ജക്റ്റ്, അതായത് ഇപ്പം മുള്ളോ ഇരുമ്പോ തുരുമ്പോ ആണിയോ ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ അതിനെ നിസ്സാരവൽക്കരിച്ച് കളയരുത്. എന്തും നമുക്കൊന്ന് ഡോക്ടറെ കണ്ട് അതിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അത് സമാധാനമാവും. പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ, അവർ കളിക്കാനൊക്കെ പോയിട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും അവഗണിക്കരുത്. എന്താണ് എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ചില ജീവികൾ ശരീരത്തിൽ മാന്തുകയോ ഒന്ന് പോറുകയോ അവരുടെ പോറലേൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതുമൊക്കെ വിഷമാണ്. ഫോർ എക്സാമ്പിൾ പൂച്ച, അണ്ണാൻ, അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ വിഷമുണ്ട്. ചില സമയത്ത് എല്ലാം ശരിയാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ വെച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ചോ കളയരുത്. ഡോക്ടറെ അടുത്ത് പോവുക. എന്താണ് പ്രഥമ ശുശ്രൂഷ എന്നുള്ളത് ചെയ്യുക തന്നെ വേണം. കാരണം ജീവൻ എന്ന് പറയുന്നത് വളരെ അമൂല്യമായ ഒന്നാണ്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.